ഹായ് മക്കളെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു പ്രധാനപ്പെട്ട കഥാപാത്ര നിരൂപണം നമ്മൾ ഒരമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വിളിയും കാത്ത് എന്താ പാഠഭാഗത്തിൽ കഥാപാത്ര നിരൂപണം പഠിച്ചു കഴിഞ്ഞാണ്. ഇത് മറ്റൊരമ്മയെ നമുക്ക് പഠിക്കാനുണ്ട്. കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലെ അമ്മ എന്ന് പറയുന്ന മത്തായിയുടെ അമ്മയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. സെറ്റല്ലേ? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചോദ്യത്തിന് ആമുഖമായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. ആകെത്തുക ചോദ്യം ഇതായിരിക്കും: അമ്മ എന്ന് പറയുന്ന കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലെ അമ്മയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഉത്തരം എങ്ങനെ എഴുതണം നോക്കുക. മനസ്സിലെ നന്മ, അയൽപ്പക്ക സ്നേഹം, സഹാനുഭൂതി എന്നീ ഗുണങ്ങൾക്ക് ഇരിപ്പിടമാണ് അമ്മ. മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ. കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ ആകെ വിഷമിച്ച അവസരത്തിലാണ് മാർക്കോസിന്റെ അപ്പൻ ഒരു തുണ്ട് ഭൂമി ആർക്ക് കൊടുക്കുന്നത്? മത്തായിയുടെ അമ്മക്ക് കൊടുത്തത്. അതിൽ ഓല കുത്തി മറച്ച് ഒരു വീടുണ്ടാക്കി അവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തി. അവർ സാമ്പത്തികമായിട്ട് മെല്ലെ മെല്ലെ മെച്ചപ്പെട്ടു. ഈ സമയത്ത് മാർക്കോസിന് പ്രാരാബ്ദങ്ങൾ ഏറിയിരുന്നത് കൊണ്ട് വസ്തു കുറേശ്ശെ മത്തായിക്ക് വിൽക്കേണ്ടി വന്നു. മത്തായിക്ക് എങ്ങനെയെങ്കിലും ഉള്ള സ്ഥലം കൂടി വാങ്ങിയിട്ട് മാർക്കോസിനെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത്തരം പ്രവൃത്തികളെ മത്തായിയുടെ അമ്മ എതിർത്തിരുന്നു. അന്ന് മാർക്കോസിന്റെ അപ്പൻ സഹായിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് മത്തായിയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് മത്തായിയെ ഓർമ്മിപ്പിക്കുമായിരുന്നു. വന്ന വഴി മറക്കാതെ നേരിൻ്റെ നിറകുടമായി ജീവിക്കുന്ന സ്ത്രീയാണ് മത്തായിയുടെ അമ്മ. അതുകൊണ്ടാണല്ലോ മാർക്കോസിന്റെ നിരപരാധിത്വം ആ അമ്മക്ക് തെളിയിക്കാനായത്. കുടില ബുദ്ധികളായ മത്തായിക്കും ഭാര്യയ്ക്കും ഒപ്പം കഴിയാൻ നന്മ നിറഞ്ഞ ആ സ്ത്രീ എന്ത് ചെയ്യുന്നില്ല? അമ്മ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വടക്കേതിലേക്ക് എന്നെ കൊണ്ട് ചെന്നാക്കണം എന്ന് അവർ പറയുന്നത്. സത്യസന്ധതയും നന്മയും മനുഷ്യത്വവും അതിലുപരി മാർക്കോസിനോടുള്ള നന്ദിയും കടപ്പാടുമൊക്കെ അമ്മ വ്യക്തമാക്കുന്നു. അവരുടെ പ്രകാശം നിറഞ്ഞ വാക്കുകൾ ഗൃഹസ്ഥർക്ക് എക്കാലത്തും വഴിവിളക്കായി മാറുന്നുണ്ട്. കഥാന്ത്യത്തിൽ കഥാഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ആ കഥാപാത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഏത് കഥാപാത്രത്തിന്? അമ്മ എന്ന കഥാപാത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പാഠഭാഗത്തിലെ കോഴിയും കിഴവിയും എന്ന തലക്കെട്ട് നോക്കുന്ന സമയത്ത് കോഴി എന്നത് സമ്പത്തിൻ്റെയും കിഴവി എന്നത് മൂല്യങ്ങളുടെയും പ്രതിനിധിയാണ്. ആ കിഴവി തന്നെയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഉത്തരം സെറ്റാക്കി വെച്ചേക്കാം. താങ്ക് യു.